മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് സർവശക്തനായ ദൈവം സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ എന്ന ആ ഒരു ചോദ്യത്തിന് മറുപടിയായി സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി അയച്ചു. കാൽവറിയിൽ അവനെ തകർക്കുവാൻ ഇഷ്ടം തോന്നി. ആ കാൽവറിയിലെ തകർച്ച വിശ്വസിക്കുന്ന മനുഷ്യവർഗത്തിന് രക്ഷയായിട്ട് മാറി. ഗ്രേസ് കൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൽ വന്ദനം അറിയിക്കുകയാണ്. ആ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോടുള്ള ബന്ധത്തിൽ വളരെ താങ്ങാനാവാതെ വാവിട്ട് നിലവിളിക്കുന്ന ഒരു സഹോദരി, 7 ഭൂതങ്ങൾ ബാധിച്ച് എല്ലാവരും പുറംകാൽ കൊണ്ട് തൊഴിച്ചെറിഞ്ഞ് ഒരു ഭ്രാന്തി എന്ന് മുദ്രയടിച്ച് എല്ലാവരും കൈവിട്ട ആ സമയത്ത് തന്നെ പൂർണ്ണമായി സൗഖ്യമാക്കി. സ്വർഗത്തിൽ അധികാരമുള്ളവൻ, ഭൂമിയിൽ അധികാരമുള്ളവൻ, മരണത്തിന്മേൽ അധികാരമുള്ളവൻ, പാതാളത്തിന്മേൽ അധികാരമുള്ളവൻ, പിശാചിന്റെ മേൽ അധികാരമുള്ളവൻ, രോഗത്തിന് മേൽ അധികാരമുള്ള സർവശക്തനായ യേശു ക്രിസ്തു ആ മറിയയുടെ ഭൂതങ്ങളെ ശാസിച്ച് പുറത്താക്കിയപ്പോൾ അവൾ സുബോധമുള്ളവളായി മാറി. യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തോടുള്ള ബന്ധത്തിൽ അപ്പം തിന്നാനും അടയാളം കാണാനും സൗഖ്യം പ്രാപിക്കാനും യേശു എങ്ങനെയുള്ളതെന്ന് കാണാനും ഒക്കെ ധാരാളം പേർ തിങ്ങിക്കൂടിയിരുന്നു. എന്നാൽ യേശുവിന്റെ ക്രൂശ് മരണത്തോടുള്ള ബന്ധത്തിൽ ആ നിർണായക ഘട്ടത്തിൽ ചേർന്ന് നിൽക്കാൻ ചുരുക്കം പേരെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ മഗ്ദലക്കാരത്തി മറിയ, അത്ഭുതങ്ങൾ വിട്ടുമാറി പോയ സ്വതന്ത്രയായ ആ മറിയ, യേശുവിനെ അടക്കം ചെയ്ത ആ കല്ലറക്കൽ ചെന്ന് അവിടെ അവൾ പറയുന്നൊരു വാക്ക്, അതാണ് നമ്മുടെ ചിന്ത. പല പ്രതികൂലങ്ങൾ തൻ്റെ ജീവിതത്തിലുണ്ട്. എല്ലാവരും വിട്ട് ഓടിപ്പോയി കഴിഞ്ഞപ്പോൾ, ശിഷ്യന്മാരെല്ലാം അവനെ വിട്ട് ഓടിപ്പോയി കഴിഞ്ഞപ്പോൾ, ഈ തന്നെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കിയ മറിയ, തനിക്ക് കിട്ടിയ വിടുതലിനുള്ള ബന്ധത്തിൽ യേശുവിനെ ആഴമായി സ്നേഹിച്ച, യേശുവിൻ്റെ സ്നേഹം പിൻപറ്റി മറിയ, അവൾ പറഞ്ഞൊരു വാക്യതാണ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും സാധാരണക്കാർ ചെയ്യാത്തൊരു കാര്യം അവൾ ചെയ്യുകയാണ്. അവൾ പറയാണ്, എൻ്റെ യേശുവിനെ ഞാൻ എടുത്തുകൊണ്ട് വരും. സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. അത്ര സ്നേഹമായിരുന്നു. ആ ദൈവസ്നേഹത്തിൽ നിന്ന് പിരിയാൻ കഴിയാതെ അവൾ പറഞ്ഞൊരു വാക്കാണ്, എൻ്റെ യേശുവിനെ ഞാൻ എടുത്തുകൊണ്ട് വരും. നിങ്ങൾ ചിന്തിച്ചേ, എന്ത് പ്രതികൂലങ്ങൾ മറിയയുടെ ജീവിതത്തിലുണ്ടെന്നറിയാമോ? സന്ധ്യ മുതൽ യാത്ര ചെയ്തെങ്കിലേ പ്രഭാതമാകുമെങ്കിലും ആ കല്ലറയ്ക്കിൽ എത്താനൊക്കത്തുള്ളൂ. സന്ധ്യയായി കഴിഞ്ഞാൽ പുറത്തിറങ്ങാനായിട്ട് ഇസ്രായേലിൽ അനുവാദമില്ല. പല ശവക്കല്ലറകൾ കടന്നു വേണം അവിടെ ചെല്ലാൻ. ഇരുട്ടിൽ കൂടെ സഞ്ചരിക്കണം. അവിടെ ചെന്നാൽ തന്നെ കാവൽക്കാരവിടെയുണ്ട്. അവർ അപവാദം പറയും. ഇതെല്ലാം നിലവിലുള്ളപ്പോൾ, ഇതെല്ലാം ചിന്തിച്ചിരുന്നെങ്കിൽ അവൾ വീട്ടിലിരിക്കുകയുള്ളൂ. എന്നാൽ യേശുവിനുള്ള സ്നേഹം വെളിപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതികൂലങ്ങളെല്ലാം ഒരു ചവിട്ടുപടിയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അവൾ അതിനെല്ലാം കടന്ന് വരികയാണ്. അങ്ങനെ സന്ധ്യ മുതൽ യാത്ര ചെയ്ത് പ്രഭാതത്തിലവിടെ എത്തി. പ്രഭാതത്തിലവിടെ എത്തുമ്പോൾ അവിടെ ജീവിതത്തിൽ തമ്മിൽ ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു. ഏകദേശം 4 ടണ്ണിലധികം ഭാരമുള്ള ഒരു വലിയ കല്ല്. ആ കല്ല് വലിയതായിരുന്നു. അതിൽ റോമൻ മുദ്ര പതിപ്പിച്ചിരുന്നു. റോമ സാമ്രാജ്യത്തിലെ ആർക്കും അതിൽ തൊടാൻ അവകാശമില്ല. യേശുവിന് ഉയർപ്പിനുള്ള ബന്ധത്തിൽ അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി ചെയ്ത പല കാര്യങ്ങളും ഒന്നായിരുന്നു ആ വലിയ കല്ല്. ആ വലിയ കല്ല് റോമൻ മുദ്ര പതിപ്പിച്ചിരുന്നത് കൊണ്ട് അതിൽ ആർക്കും തൊടാൻ അവകാശമില്ല. പക്ഷെ ഇപ്പോഴത്തെ അവിടെ ആവശ്യം, അവിടം വരെ പ്രതികൂലങ്ങളെ ചവിട്ടുപടിയായി ഉപയോഗിച്ച് അവിടെ ചെന്നെങ്കിലും ഇപ്പോഴത്തെ അവിടെ ആവശ്യം, നമുക്ക് വേണ്ടി ഈ കല്ല് ആരുരുട്ടിക്കളെ. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വലിയ കല്ല് പോലെ, റോമൻ മുദ്രയുള്ള കല്ല് പോലെ, നമ്മൾ ധാരാളം യാത്ര ചെയ്ത് അവിടെ ചെന്നെങ്കിലും വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാതെ വന്ന ആ വലിയ കല്ല് നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഇതേ ചോദ്യം ഞാനും നിങ്ങളും പ്രശ്നങ്ങളുടെ മുമ്പിൽ ചോദിക്കാറില്ലേ? നമുക്ക് വേണ്ടി ഈ കല്ല് ആര് ഉരുട്ടിക്കളയും? റോമ സാമ്രാജ്യത്തിലെ ഒരു വ്യക്തിക്ക് ഈ കാര്യത്തിൽ സഹായിക്കാനൊക്കത്തില്ല. അവിടെ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ്, നമുക്ക് വേണ്ടി ഈ കല്ല് ആര് ഉരുട്ടിക്കളയും? നിന്നെ അലട്ടുന്ന വലിയ രോഗമാകട്ടെ, നിന്നെ അലട്ടുന്ന കടഭാരങ്ങളാകട്ടെ,
നിന്നെ അലട്ടുന്ന മറ്റുള്ളവരുടെ ശത്രുത്വമാകട്ടെ, ബന്ധുക്കൾ കൈവിട്ട അനുഭവങ്ങളാകട്ടെ, വലിയ കല്ലുപോലെ നിന്റെ മുൻപിൽ, നിന്റെ ഭവനത്തിൽ നിൽക്കുമ്പോൾ, നിന്റെ തലമുറയിൽ നിൽക്കുമ്പോൾ, ഈ പൽവളിയിൽ നിന്റെ ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ഇതേ ചോദ്യം ഞാനും നിങ്ങളും പലപ്പോഴും ചോദിക്കാറുണ്ട്: ഇതാരുരുട്ടി മാറ്റും, ആരുരുട്ടിക്കളെ? അവൾ ആ ചോദ്യം ചോദിച്ചപ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടായി. സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ അറിയാൻ സാധിക്കും, അവിടെ ഒരു സംഭവം ഉണ്ടായി. നമ്മൾ പല വിഷയങ്ങളിലും ദൈവശബ്ദം കേട്ടവരാണെങ്കിലും ഇതെങ്ങനെയെന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇതെങ്ങനെ സാധിക്കും, എങ്ങനെ സാധിക്കും? ആര് നമ്മൾ സഹായിക്കുന്നില്ല. ചില പെട്ടെന്ന് തീരുമാനമുണ്ട്, ഒരിക്കലും നടക്കത്തില്ലെന്ന് പറയാറുണ്ട്. എന്നാൽ ഇവിടെ നടന്നൊരു സംഭവം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. അവൾ ചോദിച്ച ചോദ്യം: നമുക്ക് വേണ്ടി ഈ റോമൻ മുതലുള്ള ഈ വലിയ കല്ല് ആരുരുട്ടി മാറ്റും? അവൾ നോക്കി നിന്നപ്പോൾ അവിടെ ഉണ്ടായ ഒരു സംഭവം മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. സുവിശേഷങ്ങളെല്ലാം നമുക്കത് കാണാൻ പറ്റും. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് വ്യക്തമാക്കുന്ന ഭാഗമാണ് 28-ാം അധ്യായം. അവിടെ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി എന്നെഴുതി. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. ഈ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ അത്യാവശ്യക്കാരെ നിൽക്കത്തുള്ളൂ, എല്ലാത്തിനും പോകും. ചില വിഷയം ദൈവം നമുക്ക് വിടുതൽ തരാൻ തുടങ്ങുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചില സംഭവങ്ങളുടെ മുമ്പിൽ ആവശ്യക്കാരെ മാത്രം നിർത്തിയിട്ട് നിനക്ക് വിടുതൽ തരുന്ന ഒരു അനുഭവം അവിടെയുണ്ട്. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം അവിടെ ഉണ്ടായി. എങ്ങനെ ദൈവം പ്രവർത്തിക്കുന്ന ചോദ്യത്തിന് മറുപടി: സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വന്നു. ശ്രദ്ധിച്ചാട്ട്, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വന്നു. നിങ്ങൾ ചിന്തിക്കണം, റോമാ സാമ്രാജ്യത്തിലെ ആർക്കും ഈ മറിയെ സഹായിക്കാൻ കഴിയാതെ ഒരു ചോദ്യമായി അവളോട് നിൽക്കുമ്പോൾ നിമിഷ നേരം കൊണ്ട് പെട്ടെന്ന് ഒരത്ഭുത പ്രവൃത്തി അവിടെ നടക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി മാറ്റി ദൂതൻ അതിൽ കയറിയിരുന്നു. ഇന്ന് ആത്മാവിൽ കണ്ട് ദൈവത്തെ സ്തുതിച്ചോണം. നിന്നെ ആരും നിന്റെ വിഷയത്തിൽ സഹായിക്കാനില്ലാതെ ഈ മറിയെ പോലെ നിൽക്കുന്ന ഒരു അനുഭവമാണ് ജീവിതത്തിലെങ്കിൽ, ഇവിടെ അതേ ദൂതനെ നിന്റെ വീട്ടിൽ, നിന്റെ പ്രശ്നത്തിൽ അയക്കാൻ എൻ്റെ ദൈവം വിശ്വസനാണ്. സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്ന് ചെയ്തത് റോമൻ മുദ്രയെ അടിച്ചു തകർത്ത് ഈ കല്ല് ഉരുട്ടി മാറ്റിയിട്ട് ആ കല്ലിൻ്റെ പുറത്ത് കയറിയിരുന്നു. ഈ ഉരുട്ടി വെച്ച് ആരും അങ്ങോട്ട് ചെന്ന് ഒന്നും ചെയ്യാൻ കഴിയാത്ത നിലയിൽ ദൂതൻ അതിലിരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ആരും നിന്റെ ഈ വിഷയത്തിൽ, ഇന്ന് നിന്നെ വേദനിപ്പിക്കുന്ന ഈ വിഷയത്തിൽ നിന്നെ സഹായിക്കാനില്ലെങ്കിൽ, നീ കർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കിക്കൊണ്ട് ഇരുട്ടിൽ കൂടെ ശവക്കല്ലറിൽ കടന്ന് യേശുവിനെ അടക്കഞ്ഞ സ്ഥലത്ത് എത്തിയ മറിയയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതുപോലെ ഈ സമയത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എൻ്റെ ദൈവം വിശ്വസനാണ്. എൻ്റെ ജീവിതത്തിൽ എന്നപ്പോൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. എനിക്ക് 2 മക്കളെ ദൈവം തന്നു. മൂത്ത മോനാണ്. അവൻ മാസം തികയാതെ ഉണ്ടായതാണ്. 6 മാസം കഴിഞ്ഞപ്പോൾ ഉണ്ടായതാണ്. ഉണ്ടായ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. ശരീരമെല്ലാം ചുക്കിച്ചുളുങ്ങി, വെള്ളമില്ലാതെ. ഡെലിവറി നടന്ന ഉടൻ തന്നെ കോട്ടയത്തുള്ള മന്ദിര ഹോസ്പിറ്റലിൽ വെച്ചാണ് സംഭവം. അവിടെ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിനെ ഒരു കാരണവശാലും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അവനെ പെട്ടെന്ന് ES-ലോട്ട് മാറ്റി. എൻ്റെ വൈഫ് മന്ദിരത്തിലും. 6 മാസത്തോളം ആ കുഞ്ഞിനെ വളരെ ബുദ്ധിമുട്ടി അവനെ സംരക്ഷിക്കേണ്ടി വന്നു ഡോക്ടേഴ്സ്. 6 മാസം വളരെ കഷ്ടതയായിരുന്നു. ഒന്നിനു മാറി ഓരോ വിഷയം. അവൻ്റെ ലങ്സിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇതെല്ലാം വന്ന് ഡോക്ടർ നേരിട്ട് എന്നോട് പറഞ്ഞു, ഈ കുഞ്ഞിനെ കിട്ടത്തില്ല. പക്ഷെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞിരുന്നു, നിനക്ക് ലഭിക്കുന്ന കുഞ്ഞ് ദൈവ വേലക്കാരനായി മാറും എന്ന് എന്നോട് പറഞ്ഞിരുന്നതുകൊണ്ട് ഞാൻ ഡോക്ടറോട് നേരിട്ട് പറഞ്ഞിരുന്നു, ഒന്നും സംഭവിക്കുകയില്ല, ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന ഡോക്ടറോട് ഞാൻ പറയാനിടയായിരുന്നു. അന്ന് വിശ്വാസത്താലുള്ള പ്രഖ്യാപനമായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, 6 മാസത്തെ ആ കഷ്ടത നടുവിൽ അവനിട്ടിരിക്കുന്ന പേര് ജോബ് എന്നാണ്. യോബിൻ്റെ കഷ്ടതയുള്ള ബന്ധത്തിൽ അതേ പേര് തന്നെ അവന് വന്നു കിട്ടു. ഞാൻ നിങ്ങളെ ചുരുക്കാണ്ട് ഓർപ്പിക്കാം. ഈ കഷ്ടതയിൽ ഇവൻ ഒരു കാരണവശാലും ഇനി പഠിക്കത്തില്ല, വിദ്യാഭ്യാസം ഞാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ തെളിച്ച് പറയട്ടെ, അവന് UK-ലാണ് MBA എടുത്തത്. അങ്ങനെ വരെ ചെയ്യുവാൻ ദൈവം തമ്പുരാൻ വിശ്വസനായിരുന്നു. ഒരിക്കലുണ്ടായൊരു സംഭവം പറയാം. ഞാൻ മുണ്ടക്കയത്ത് ഒരു കൺവെൻഷൻ പ്രസംഗിക്കാനായിട്ട് പോവുകയാണ്. ഇറങ്ങിയ ഉടനെ ഈ സ്കൂൾ
കുഞ്ഞുങ്ങൾ യൂണിഫോം ഒക്കെ ഇട്ട് ബായൊക്കെ പിടിച്ച് ഞങ്ങളുടെ മുറ്റത്തോട്ട് ഇങ്ങനെ റോഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ ഇവൻ ഓടിച്ചെന്ന് അവിടെ നോക്കി നിന്നിട്ട് കരഞ്ഞുകൊണ്ട് തിരിച്ചു വരും. ഒരു ദിവസം ഞാനിങ്ങനെ പോകാണ്ട് ഇറങ്ങിയപ്പോൾ ഇതുപോലെ സംഭവിച്ചു. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാൻ മുറിക്കാത്ത കാര്യം ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഇതിൻ്റെ പരിഹാരം എനിക്ക് ഉണ്ടാക്കി തരണേ എന്ന് പറഞ്ഞ് ഞാൻ ആ കൺവെൻഷന് പോയി. ഞാൻ ആ കൺവെൻഷനിൽ പോകുമ്പോൾ ഞാൻ ആ ദിവസങ്ങളിൽ അവിടെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഏഞ്ചലോളജി, ദൂതന്മാരുടെ ശാസ്ത്രം എന്ന വിഷയം പഠിപ്പിച്ചുകൊണ്ടിരിക്കും കൂടെയാണ്. ഞാനിങ്ങനെ പോകുമ്പോൾ കഞ്ഞിക്കുഴി ജംഗ്ഷനിൽ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ബസ് കയറാൻ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കറുത്ത ഒരു മനുഷ്യൻ ഒരു ജിബ്ബായൊക്കെ ഇട്ട് ഒരു മുണ്ട് കൊടുത്ത ഒരു തോളിലൊരു സഞ്ചി വിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അത്രയും പേരിടയിൽ പെട്ടെന്ന് ഈ മനുഷ്യനെ എൻ്റെ കണ്ണിലുടക്കി. ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ നോക്കി. ഞാൻ പോയി കൺവെൻഷൻ പ്രസംഗിച്ചു. തിരിച്ച് ഞാൻ 10:45 അതേ സ്ഥലത്തൂടെ വീട്ടിലേക്ക് വരികയാണ്. അവിടെ വന്നപ്പം ഒരു കുഞ്ഞുങ്ങളുമില്ല. ഈ മനുഷ്യൻ ആ നിന്ന സ്പോട്ടിൽ നിൽപ്പുണ്ട്. ഞാൻ പെട്ടെന്ന് വണ്ടി പുറകോട്ടെടുത്ത് അദ്ദേഹത്തെ ഞാൻ ചോദിച്ചു, എവിടെ പോകാൻ നിൽക്കുന്നു? അദ്ദേഹം ഒരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി ബസ്സില്ല, ഒന്നുമില്ല, എൻ്റെ വണ്ടിയിൽ കയറിയോ, വീട്ടിൽ പോയി വിശ്രമിച്ചിട്ട് രാവിലെ പോകാമെന്ന് പറഞ്ഞു. ഒട്ടും മടിച്ചില്ല അദ്ദേഹം എൻ്റെ വണ്ടിയിൽ കയറി. മുൻപോട്ട് ശകലം നീ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ആരെ വെയിറ്റ് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി താങ്കളെ തന്നെയാണെന്ന് പറഞ്ഞു. ഞാൻ ഭയപ്പെട്ടു പോയി. അത് കഴിഞ്ഞ് എവിടെ വീണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അതിപ്പോൾ താങ്കൾ അറിയണ്ടെന്നും പറഞ്ഞു. പിന്നെ ഒന്നും ഞാൻ ചോദിച്ചില്ല. വീട്ടിൽ വന്നു, അന്ന് വിശ്രമിച്ചു. രാവിലെ ഈ കുഞ്ഞിനെ അന്ന് വലിയ ബുദ്ധിമുട്ടിലിരിക്കുകയാണ്, വളരെ പ്രയാസത്തിലിരിക്കുകയാണ്. ഞങ്ങൾ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ഞാനൊരു ഭാര്യയും കൂടെ 4 മണിക്ക് പ്രാർത്ഥിക്കാനായിട്ട് മുട്ടുകുത്തി ഈ കുഞ്ഞിനെ എൻ്റെ മടിയിലിട്ടുണ്ട്. എനിക്ക് കുഞ്ഞുങ്ങളുണ്ടോന്നോ ഒന്നും ഇദ്ദേഹത്തിന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളിങ്ങനെ മുഴങ്കാലിരുന്ന് കുഞ്ഞിനെ മടി വെച്ചിരിക്കുക. ഒരു പാട്ട് ഞങ്ങൾ പാടിയപ്പോൾ അദ്ദേഹവും കൂടെ ആ മുറിക്കകത്തൊന്ന് വന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുഖഭാവമേ മാറി. ഈ കറുത്ത ആള് ഒരു വലിയ പ്രകാശം ആ മുറി മുഴുവൻ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ അദ്ദേഹം കയ്യിലേക്ക് വാങ്ങിച്ച് ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ച് എൻ്റെ കയ്യിൽ തന്നു. അത്ഭുതകരമായിട്ട് ആ നിമിഷത്തിൽ അവൻ വിടുതൽ പ്രാപിച്ചു. ഇന്ന് വരെ പിന്നെ അങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞതിന് സാരം, ഇവിടെ ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയാത്ത വിഷയം വരുമ്പോൾ ഇന്നും ദൈവം ദൂതനെ അയച്ച് അത്ഭുതം ചെയ്യാൻ വിശ്വസനാണ്. അത് രാവിലെ അദ്ദേഹത്തെ ഞാൻ യാത്ര അയക്കുമ്പോൾ, ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് യാത്ര അയക്കുമ്പോൾ എൻ്റെ ഒരു ഗിഫ്റ്റ് അദ്ദേഹത്തിന് ഞാൻ കൊടുത്തു കഴിഞ്ഞ ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്ക്, ഞാൻ ഇത് വാങ്ങാൻ വന്നതല്ല, നിന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ വന്നതാണ്. എൻ്റെ പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നവരെ, അതിനുശേഷം ഈ വ്യക്തിയെ ഞാൻ പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചു, ഇന്നു വരെ കണ്ടിട്ടില്ല. ഞാൻ അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ദൂതന്മാരുടെ ശാസ്ത്രമുള്ള വിഷയം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ശരിയായ ഒരു അർത്ഥം എന്താണെന്നുള്ളത് ഈ വിഷയത്തിൽ കൂടെ ദൈവം എന്നെ പഠിപ്പിക്കുകയായിരുന്നു, എന്നെ മനസ്സിലാക്കിയായിരുന്നു. അങ്ങനെ ഈ ദൂതൻ എൻ്റെ വീട്ടിൽ വന്നു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. സ്വർഗീയ ദൈവം ഇന്നും അത്ഭുതം പ്രവർത്തിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ആർക്കും നിന്നെ സഹായിക്കാൻ കഴിയാത്തൊരു അന്തരീക്ഷത്തിലാണ് നീ നിലവിളിക്കുന്നതെങ്കിൽ, മനുഷ്യരെ കൊണ്ട് ഇത് പറ്റുന്നില്ലെങ്കിൽ, ഇസ്രായേൽ മക്കളുടെ നേരെ വന്നതായിട്ടുള്ള ശത്രുക്കൾ വന്നപ്പോൾ ഒരു കൊച്ചു ദൂതൻ ഇറങ്ങി വന്ന് 1,85,000 പേരെ ഒരു ദിവസം തകർത്തിട്ട് കയറിപ്പോയി. അതാ ദൂതന്റെ ശക്തി. അങ്ങനെയാണെങ്കിൽ നിന്റെ വിഷയം പരിഹരിക്കാനായിട്ട് ഇതുവരെ കഴിയാത്ത നിലയിൽ കാര്യങ്ങൾ നീങ്ങിയെങ്കിൽ, ആർക്കും സഹായിക്കാൻ കഴിയാത്ത അന്തരീക്ഷമാണ് പ്രിയ ജീവിതമേ നിന്റെ മേലുള്ളതെങ്കിൽ, ദൈവാത്മാവ് ഒരു ദൂത് പറയട്ടെ, അതേ ദൂതനെ ഇന്ന് നിന്റെ പ്രശ്നം പരിഹരിപ്പാൻ നിങ്ങളുടെ വീട്ടിലയക്കാൻ എൻ്റെ ദൈവം വിശ്വസനാണ്. ഇന്ന് വരെ ഞാൻ അന്വേഷിച്ചിട്ട് അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഞാനിങ്ങനെ മനസ്സിലാക്കി, ദൈവം എന്നെ സഹായിപ്പാൻ ഒരു ദൂതനെ അയച്ചതാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട കാര്യമില്ല. അത്ഭുതകരമായിട്ട് ദൈവം പ്രവർത്തിച്ചോളും. അത്ഭുതകരമായിട്ട് ഇവിടെ ആരും സഹായിക്കണ്ട, ആരും നമ്മളെ കൈക്കൊള്ളണ്ട. പക്ഷേ നിന്നെ സഹായിപ്പാൻ ദൈവം ദൂതനെ അയപ്പാൻ വിശ്വസനാണ്. അപ്പൊ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി മറിയയ്ക്കോട് പ്രവചിച്ച പോലെ ഈ ദൂതിൽ അതിൻ്റെ പ്രസക്തമായ ഭാഗം ഒന്ന് ഏറ്റെടുത്താട്ടെ. ഇത്ര വർഷങ്ങളായിട്ട് ഭാരപ്പെട്ടതായ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ഈ നിമിഷത്തിൽ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നുവെന്ന് ദൈവാത്മാവ് സംസാരിക്കുകയാണ്. അപ്പോൾ
ആരാണ് എന്നെ ഇക്കാര്യത്തിൽ സഹായിക്കുന്നത് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു നല്ല മറുപടിയുമായിട്ട് ഈ ദൂത് ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിക്കട്ടെ. ദൈവാത്മാവിന് പറയാനുള്ള കാര്യങ്ങൾ അതാത് സമയങ്ങൾ പറയുമ്പോൾ അതനുസരിച്ച് സമർപ്പണത്തോടെ ഏറ്റെടുക്കുമെങ്കിൽ, കഴിഞ്ഞകാല പരാജയങ്ങൾ ഏറ്റുപറഞ്ഞ് അതിനെ ഉപേക്ഷിക്കുമെങ്കിൽ, കഴിഞ്ഞകാല പിന്മാറ്റങ്ങളിൽ നിന്ന് മടങ്ങി വരുമെങ്കിൽ, ഇന്ന് ഇതേ ദൂതനെ അയച്ച് നിങ്ങളുടെ പ്രശ്നം പരിഹരിപ്പാനൊക്കെ വേണം. കർത്താവിന് കൈനീട്ടാൻ മനസ്സുണ്ട്. എത്ര പേര് ഇന്ന് അതിനായിട്ടൊന്ന് സമർപ്പിക്കും? എത്ര പേര് അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കും? മറിയുടെ ചോദ്യം മറക്കണ്ട, നമുക്ക് വേണ്ടി കല്ല് ആര് ഉരുട്ടിക്കളയും? ആര് ഉരുട്ടിക്കളയും? റോമാ സാമ്രാജ്യത്തിന് ആ മുദ്രയുള്ള കല്ല് ആർക്കും ഉരുട്ടാൻ അവകാശമില്ലെങ്കിൽ, ഈ ദൂതൻ വന്ന് ഈ കല്ലുരുട്ടിയാൽ ദൂതന് പേർക്ക് കേസ് കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ വലിയ കല്ല് പോലെ, ആ കല്ല് വലുതായിരുന്നു എന്നാണ് കാണുന്നത്, അതുപോലെയുള്ള വിഷയങ്ങൾക്ക് ഇന്നൊരു മറുപടി തരുന്നു. എൻ്റെ ജീവിതാനുഭവത്തിൽ ഈ ദൂതൻ എൻ്റെ വീട്ടിൽ വന്നെങ്കിൽ ഒട്ടും സംശയിക്കേണ്ട, നിങ്ങളുടെ വിഷയം പരിഹരിപ്പാൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ സഭയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ, നിങ്ങളായിരിക്കുന്ന മണ്ഡലങ്ങളിലുള്ളവർ കഴിയുന്നില്ലെങ്കിൽ, വ്യക്തമായിട്ട് പറയട്ടെ, ഈ ദൂതനെ മുഖപക്ഷം കൂടാതെ അയക്കാൻ എൻ്റെ ദൈവം വിശ്വസനാണ്. ഈ ദൂതൻ വന്നാൽ അത്ഭുതം നടന്നിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ആ നിമിഷത്തിൽ എൻ്റെ കുഞ്ഞിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ച് ശാസിച്ചു കഴിഞ്ഞപ്പോൾ ആ ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞു മാറി രോഗസൗഖ്യമായി ഇന്നും ആരോഗ്യത്തോടെ കർത്താവിൻ്റെ വേല ആ കുഞ്ഞു ചെയ്യുകയാണ്. അതുകൊണ്ട് ഭാരത്തിലാകണ്ട, ക്ഷീണിക്കണ്ട, തളർന്നു പോകണ്ട. ഇതേ ദൂതനെ നമുക്ക് വേണ്ടി അയക്കുന്ന ഒരു ദൈവം ജീവിക്കുകയാണ്. കർത്താവിൻ്റെ കാര്യം എത്ര വലുതാണ്, എത്ര നമ്മളെ സ്നേഹിക്കുന്നു, നമ്മളെ എത്ര ആഴമായിട്ടാണ് കർത്താവ് സ്നേഹിക്കുന്നത്, നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിച്ച് ഈ ദൂതന് മുമ്പിൽ ഇന്ന് വരെ ഈ വലിയ കല്ലുപോലെ ചില വിഷയങ്ങളുമായി ഭാരത്തിരിക്കുന്ന ജീവിതങ്ങളെ നിങ്ങൾക്ക് വേണ്ടി സ്വർഗീയ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. സമർപ്പിക്കാം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, വചനം കേട്ട എല്ലാവരുടെ മേലും ദൈവാത്മാവ് അത്ഭുതങ്ങൾ ചെയ്താട്ട് അതിശയം പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തൊട്ട് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം, വിടുതൽ വേർതിരിക്കാൻ സ്തോത്രം. ദൂതനെ അയച്ചു വിടുവിക്കണം. പത്രോസിനെ വിടുവിച്ചതുപോലെ ജീവിതങ്ങളെ വിടുവിച്ചെടുക്കണമേ. മുഴുവൻ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. പ്രാർത്ഥനയിരിക്കാൻ സ്തോത്രം, വിടുതലായിരിക്കാൻ സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ.